അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പറ്റി ഒരു വാചകത്തിൽ എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ എന്തായിരിക്കും പറയുക? നിങ്ങളുടെ അഭിപ്രായം ആ കമൻറ്റ് ബോക്സിൽ ഒന്നിട്ടോളൂ. പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അൺപ്രഡിക്റ്റബിൾ മാൻ. നമുക്കൊരാളെ പറ്റി ഒരു അസസ്മെൻ്റ് ഉണ്ടാവും. ഇപ്പം നരേന്ദ്രമോദി ഒരു പ്രത്യേക ഇന്നതാണ്, ഇത്തരത്തിലുള്ള ഒരാളാണ്. രാഹുൽ ഗാന്ധി, പുടിൻ, അങ്ങനെ നമുക്ക് ലോക നേതാക്കന്മാരെ പറ്റിയൊക്കെ നമുക്കൊരു അഭിപ്രായം നമുക്കുണ്ടാവും. എന്നാൽ ഈ ഡൊണാൾഡ് ട്രംപിനെ പറ്റി നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. കാരണം ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുക, ഇന്ന് പറയുന്നതല്ല നാളെ പറയുക. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യക്കെതിരെ വലിയ ഒച്ചപ്പാടും വലിയ കോലാഹലവും സാമ്പത്തിക ഉപരോധമൊക്കെ ഉണ്ടാക്കി 50% തിരിവ് പ്രഖ്യാപിച്ചത് നമ്മളാരും മറന്നിട്ടില്ല. ഇപ്പം നോക്കണേ, പൊടുന്നൻ അദ്ദേഹത്തിൻ്റെ നിലപാട് മയപ്പെടുത്തിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. ഒരു ദിവസം ഇന്ത്യ വിളിച്ചിട്ട് പറയാണ്, ബായ് നിങ്ങളെങ്ങനെ പിണങ്ങിപ്പോയാൽ എങ്ങനെ? അയ്യേ, നിങ്ങൾ എന്തിനാ ചൈനയുടെ കൂടെ പോണത്? നിങ്ങൾ എന്തിനാ റഷ്യയുടെ കൂടെ പോണത്? നമ്മളങ്ങനെ പഴയ വൈരത്തിലൊന്നുമല്ലല്ലോ. ഇങ്ങോട്ട് വാ ചങ്ങാതിമാരെ, നമുക്ക് ഒരുമിച്ച് കൂടാം, ഒക്കെ പണ്ടേ പോലെ ലോക്യം കൂടാം എന്നൊക്കെ ട്രംപ് വിളിച്ച് നരേന്ദ്രമോദിയോട് പറയുന്നു. നരേന്ദ്രമോദി എന്നങ്ങോട്ട് വന്നാട്ടെ എന്ന് നരേന്ദ്രമോദിയും. അങ്ങനെ ട്രംപ് അവിടുത്തെ ചീഫ് നെഗോഷിയേറ്റിംഗ് ഓഫീസറെ അങ്ങ് ഇന്ത്യയിലേക്ക് അങ്ങ് വിട്ടു. നോക്കണം, 50% തിരിവ് പ്രഖ്യാപിച്ചും നടപ്പിലാക്കിയിട്ടും ഒരു മാസം തികയാൻ പോകണം കേട്ടോ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% തിരിവ് ഏർപ്പെടുത്തും, അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് നടപ്പിലാക്കിയ വ്യക്തിയാണ് ഇപ്പം ഇന്ത്യയിൽ കഴിച്ചിരിക്കുന്നത്. ആൾക്ക് ചെറിയൊരു ഭയം വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊരു സംശയം. കാരണം ഉള്ള കച്ചവടമെല്ലാം പോയാലോ. ഒരുപാട് കച്ചവടം, അമേരിക്കയുടെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ്. അമേരിക്കയാണെങ്കിൽ സമ്പത്ത് കൊണ്ട് കുന്നുകൂടി കിടക്കുകയാണ്. അവന് കച്ചവടം കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് പറ്റിയ സാധനങ്ങളൊക്കെ അയക്കണം. കാർഷിക ഉൽപ്പന്നങ്ങൾ, ഡയറി ഉൽപ്പന്നങ്ങളൊക്കെ ഇന്ത്യ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അത് തുടർന്നും കച്ചവടം നടത്തണമെങ്കിൽ എന്തു വേണം? ഈ നരേന്ദ്രമോദിയായിട്ടുള്ള ലോക്യം വേണം. നരേന്ദ്രമോദി വന്നോളൂ. അങ്ങനെയാണ് ചീഫ് നെഗോഷിയേറ്റിംഗ് ഓഫീസറെ ഇന്ത്യയിലേക്ക് വിടുന്നത്. കഴിഞ്ഞ ദിവസം US ചീഫ് നെഗോഷിയേറ്റിംഗ് ഓഫീസർ ഫ്രഞ്ചൽ ലിഞ്ച് ഇന്ത്യയിലെത്തുന്നു, എത്തി നമ്മുടെ ഒഫീഷ്യൽസൊക്കെ ആയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കോളാൻ പറയുന്നല്ലേ? അത്തരത്തിലൊന്നും ഓഫർ വെച്ചതായിട്ടൊന്നും നമ്മൾ കണ്ടില്ല കേട്ടില്ല. അങ്ങനെ ഒരു തീരുമാനമൊന്നും അമേരിക്ക പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ നമുക്കൊന്നും കൂടെ ഒരു സോഫ്റ്റ്, അതിൽ വലിയൊരു പ്രഷറൊന്നും അമേരിക്ക ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം അങ്ങനെ നിങ്ങൾ വാങ്ങരുത് എന്നൊന്നും പറയുന്നതായി കേട്ടില്ല. അതിൻ്റെ തീരുമാനമൊന്നും പുറത്ത് വന്നിട്ടില്ല. പക്ഷേ 1-2 കാര്യത്തിൽ അവർ നമുക്കൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കണം. കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഒന്നാന്തരം സാധനങ്ങളാകുമ്പോൾ അത് പ്രത്യേകിച്ച് ഈ ചോളം, ചീസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ അമേരിക്കയിൽ നല്ല ബെസ്റ്റ് സാധനം കിട്ടും. അത് നിങ്ങൾ ഇന്ത്യക്കാർ വാങ്ങിക്കണം. പക്ഷേ ഞങ്ങളുടെ ഈ ചോളം എന്നൊക്കെ പറയുന്നത് ജനറ്റിക് മാറ്റമൊക്കെ വരുത്തിയിട്ടുള്ളതാണ്. അത് ഇന്ത്യക്കാരങ്ങനെ ഉപയോഗിക്കുന്നില്ല. പ്രത്യേകിച്ചും ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ചോളം ധാരാളം കൃഷി ചെയ്യുന്നത്. അവിടുത്തെ കർഷകരൊന്നും അത് ഉപയോഗിക്കാറില്ല. അതിപ്പോൾ നമ്മൾ അമേരിക്കയായിട്ടിപ്പോൾ വലിയ ചങ്ങാത്തായതുകൊണ്ട് അമേരിക്കയിൽ നിന്നുള്ള ഈ ചോളൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഇപ്പോൾ ബീഹാറിൽ പോയി പറഞ്ഞാൽ, നരേന്ദ്രമോദി പോയി പറഞ്ഞാൽ ഉള്ള അവസ്ഥ നമുക്കറിയാലോ. അപ്പോൾ അവിടെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആൾക്കാർ അത് മുതലാക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതെന്തായി തീരുമാനമൊന്നും നമുക്കറിയില്ല. പിന്നെ ചീസ് പോലെയുള്ള ഈ ഡയറി പ്രൊഡക്റ്റുകളൊക്കെയാണ്. അതൊക്കെ ഈ അമേരിക്കയുടെ കിടങ്ങിയ നല്ല പ്രൈം സാധനങ്ങളാണ്. അതൊക്കെ ഇവിടെ ഇന്ത്യക്കാർ വാങ്ങിക്കാൻ അതിന് മാത്രം പണമെന്നുള്ള കപ്പാസിറ്റി ഉള്ളവരല്ലോ. ഒരു 2%, 5% ആൾക്കാരൊക്കെയാണ് അത്തരം പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത്. അതാണെങ്കിൽ മറ്റ് രാജ്യങ്ങൾ, ഇറ്റലി മുതലായ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇത്രയും തിരിവ് ഇല്ലാണ്ട് തന്നെ നമുക്ക് വാങ്ങിക്കാനും കിട്ടും. അതിലൊക്കെ എന്ത് തീരുമാനമായി എന്നറിയില്ല. പക്ഷേ എന്തായാലും പുള്ളി ഒന്ന് പത്തി മടക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പം ഇന്ന് നമ്മുടെ നരേന്ദ്രമോദിയുടെ 75ാം പിറന്നാളാണ്. രാവിലെ തന്നെ, ഏറ്റവും പുലർച്ചെ രാവിലെ തന്നെ നരേന്ദ്രമോദി എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഫോൺ ചെയ്ത് അദ്ദേഹത്തിന് പിറന്നാൾ ആശംസിച്ചു. എൻ്റെ പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു, നീണാൾ വാഴട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ട്രംപ് അങ്ങേയറ്റത്തുനിന്ന് വിളിച്ച് നരേന്ദ്രമോദിയെ പിറന്നാൾ ആശംസ അറിയിച്ചു എന്ന് നരേന്ദ്രമോദി തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ വീണ്ടും ബായി ആയിരിക്കുന്നു. അപ്പോൾ അത് എത്രമാത്രം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ പടലപ്പിണക്കത്തിന് ഗുണം ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ അത് അഭിപ്രായമായിട്ട് എഴുതണം. കാരണം
നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഡിപ്പെൻഡ് ചെയ്യാതെ ലോകത്തിൽ ഒരു രാജ്യങ്ങൾക്ക് നിലനിൽപ്പില്ല ഈ കാലത്ത് എന്ന് മനസ്സിലാക്കണം. അതിരുകളുണ്ടെങ്കിലും ആ അതിരുകൾ ഭേദിക്കുന്ന വിധത്തിലാണ് മനുഷ്യൻ്റെ വികാസവും അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രയാണവും നടക്കുന്നത്. ആയിരങ്ങൾ ലക്ഷങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ പോയി ഇവിടുത്തെ IT മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാം വരുമാന മാർഗം അതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതെല്ലാം നമുക്ക് മറന്നുകൊണ്ട് ഇനി നിലനിൽപ്പില്ല എന്നുള്ള ഈ രാജ്യങ്ങൾ മനസ്സിലാക്കണം. എല്ലാത്തിനും ഒരു മര്യാദയുടെ അല്ലെങ്കിൽ ഒരു ലോജിക്കിൻ്റെ ഒരു അതിർവരമ്പുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടാക്സ് സിസ്റ്റമൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യണം. അല്ലാണ്ട് വായ തോന്നിയതൊക്കെ കോതയ്ക്ക് പാട്ട് എന്നുള്ള പോലെ ആകരുത്. ഇപ്പം കഴിഞ്ഞ ദിവസം കൂടെ ഈ ഒരു സൗഹൃദ സംഭാഷണം മോദിയായിട്ട് നടക്കുമ്പോഴും യൂറോപ്യൻ യൂണിയനിൽ പോയിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ചൈനയ്ക്കും ഇന്ത്യക്കുമെതിരെ 100% തീരുവ ഏർപ്പെടുത്തണം. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു. ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുന്ന റഷ്യയുടെ ഫണ്ടിങ് ഈ 2 രാജ്യങ്ങളുമാണ്. അതുകൊണ്ട് ഈ 2 രാജ്യങ്ങൾക്ക് 100% തീരുവ ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞ് നാക്കുള്ളിലിടുന്നതിന് മുമ്പ് ഇപ്പുറത്ത് നരേന്ദ്രമോദിയെ വിളിച്ച് നമുക്ക് ബായി അല്ലേ, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചർച്ച ആരംഭിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ചീഫ് നെഗോഷിയേറ്റിംഗ് ഓഫീസറെ ഇന്ത്യയിലേക്ക് അയക്കുകയും ഈ സംഭാഷണം തുടരുകയും ചെയ്ത്. ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ ട്രംപിനെ ഒന്ന് നിങ്ങളോട് വിശകലനം ചെയ്യാൻ പറഞ്ഞാൽ, ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല. അൺപ്രഡിക്റ്റബിൾ ഒരു ലീഡർ എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്. വീണ്ടും ഇന്ത്യക്കാരോട് ലോക്യം നടിച്ചു വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ നീക്കത്തിൽ എന്തെങ്കിലും കൗശലമുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ പറയുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.